ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലോഗിൻ സ്ക്രീൻ. നമുക്ക് ലോഗിൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മുടെ സെയിൽസ് ഇൻവോയ്സ് ബില്ലിൽ എങ്ങനെ ഒരു QR കോഡ് പ്രിൻറ്റ് ചെയ്യാൻ നോക്കാം. അതിന് നമുക്ക് ഫസ്റ്റ് നമ്മുടെ സെറ്റിംഗ്സ് മെനുവിലേക്ക് പോകാം. ഇവിടെ നമുക്ക് സെയിൽസ് ടാബിലേക്ക് വരിക. ഇവിടെ ഷോ QR കോഡ് ഇൻ പ്രിൻറ്റ് എന്നുള്ളൊരു ചെക്ക് ബോക്സ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെയിൽസ് ഇൻവോയ്സ് ബില്ലിലൊക്കെ നമുക്കൊരു QR കോഡ് പ്രിൻ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻവോയ്സ് ബില്ല് എൻ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് സെയിൽസ്, അതായത് റീറ്റെയിൽ ഷോപ്പിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഒന്ന് സെയിൽസ് പോസ്റ്റ്, ഇത് നോർമലി നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഒന്ന് സെയിൽസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് നോർമൽ ഫസ്റ്റ് സെയിൽസ് റീറ്റെയിൽ ഷോപ്പിൻ്റെ നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാർകോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഐറ്റം കോഡിൽ വെച്ചിട്ട് നമുക്ക് ബാർകോഡ് റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐറ്റം നമുക്ക് ഇവിടെ വരും. അതല്ലെങ്കിൽ ജസ്റ്റ് നമ്മളിവിടെ ഫോക്കസ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് കീബോർഡിൽ എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഐറ്റംസിൻ്റെ ഒരു ലിസ്റ്റ് കിട്ടും. നമുക്കിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ഐറ്റം നെയിമിൻ്റെ ഏതെങ്കിലും ഒരു ജസ്റ്റ് ഒരു ലെറ്റർ നമ്മളിവിടെ ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ അത് ഫിൽട്ടർ ആയിക്കോളും. അപ്പോൾ നമുക്കങ്ങനെ ഫിൽട്ടർ ചെയ്തതിന് ശേഷം നമ്മുടെ ഓരോ ഐറ്റം ഏതാണോ ആ ഐറ്റം നമുക്ക് കീബോർഡിൽ ആരോ കീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് ഐറ്റമാണോ വേണ്ടത് അത് ജസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്വാണ്ടിറ്റി കൊടുത്തു. പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഐറ്റം മാസ്റ്റർ സെറ്റ് ചെയ്ത പ്രൈസ് അവിടെ വരും. ഇത് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ കൺട്രോൾ എസ് പ്രസ് ചെയ്യുക. കൺട്രോൾ എസ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു സെയിൽ ബിൽ ആൻഡ് സേവ് ആവുകയുള്ളൂ. ജസ്റ്റ് കൺട്രോൾ പി പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സേവ് ആവുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു പ്രിന്റും കൂടി ജനറേറ്റ് ആവുന്നതാണ്. നമുക്ക് ഈ ഒരു പ്രിന്റ് നമുക്കൊരു PDF ഫോമിലാണ് വന്നിട്ടുള്ളത്. നമുക്കിത് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഉള്ള ഒരു പ്രിന്റേഴ്സ് നമുക്കൊന്ന് സേവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ വന്നിട്ടുള്ള പ്രിന്റ് ഫോർമാറ്റ് ഇതാണ്. ഇത് നമുക്കിപ്പോൾ 80mm പ്രിന്റ് ആണ്. അതായത് നമുക്കിപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഷോപ്പിന്റെ ലോഗോ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അഡ്രസ്സ്, ഐറ്റംസ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ടാക്സ് വാറ്റ് ഡീറ്റെയിൽസും, അതുപോലെ തന്നെ നമുക്കൊരു QR കോഡ് നമുക്കിവിടെ കാണാം. ഈ ഒരു QR കോഡ് നമുക്ക് ബേസ് 64 എൻക്രിപ്റ്റഡ് ആണ്. അതായത് നമുക്ക് ജസ്റ്റ് നമ്മുടെ എല്ലാ ഡാറ്റാസും എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു QR കോഡിലുള്ളത്. അപ്പോൾ അത് നമുക്ക് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഈ ZATCA ടാക്സ് ആൻഡ് കസ്റ്റം അതോറിറ്റിയുടെ ആപ്ലിക്കേഷൻ വഴി നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും, അതുപോലെ തന്നെ ടാക്സ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ്, ഇൻവോയ്സ് ടോട്ടൽ, വാറ്റ് ടോട്ടൽ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ഫോർമാറ്റ്. പിന്നെ നമുക്ക് ഓരോ പ്രിന്റ് ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രിന്റ് ഫോർമാറ്റൊക്കെ നമുക്കിവിടെ സെറ്റിങ്സ് സെറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് സെറ്റിങ്സിലേക്ക് വരിക. ഇവിടെ നമുക്ക് പ്രിന്റിൻ്റെ ഒരു ടാബ് ഉണ്ട്. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ടെർമിനൽ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ടെർമിനൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ടാവും. ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു കൗണ്ടർ ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡോക്യുമെന്റ് ടൈപ്പിൽ നമ്മൾ സെയിൽസ് ബില്ല് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് 80mm നമ്മളിപ്പോൾ കണ്ട 80mm ആണോ വേണ്ടത്, അതുപോലെ തന്നെ A4 ആണോ വേണ്ടത്, അങ്ങനെ നമുക്ക് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ A4 ആണെങ്കിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ടെംപ്ലേറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അവിടെ A4 പ്രിന്റ് ഏതാണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നെറ്റ്വർക്ക് പ്രിന്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലിസ്റ്റ് ആയിക്കോളും. നമുക്ക് ഇവിടുന്ന് ഏതാണോ പ്രിന്റർ വേണ്ടത് നമ്മൾ ജസ്റ്റ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ടെംപ്ലേറ്റും ഏതാണോ വേണ്ടത് സെറ്റ് ചെയ്ത് കൊടുക്കാം. A4ന്റെ ടെംപ്ലേറ്റ് നമുക്കിപ്പോൾ 4 ടെംപ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് A4 ഫുള്ള്, 2 A4 ഫുൾ സൈസിൻ്റെ ടെംപ്ലേറ്റും ഉണ്ട്. അതുപോലെ തന്നെ A4 പകുതിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ആവുന്ന 2 ഹാഫ് സൈസും ടെംപ്ലേറ്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു A4 ഫുള്ളിൻ്റെ ഒന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് A4 ഫുൾ 2 കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സേവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സെയിൽസ് ഫോഴ്സിൽ എങ്ങനെയാണ് ബില്ല് എൻ്റർ ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്ക് 2 രീതിയിൽ സെയിൽസ് ബില്ല് എൻ്റർ ചെയ്യാവുന്നതാണ്. അതായത് ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൽ ഇവിടെ ബാർകോഡ് റീഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഐറ്റം കോഡ്, ഐറ്റം നെയിം, ഏതെങ്കിലും ഒരു നമുക്ക് ഫീൽഡ് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഐറ്റം ജസ്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്.
ജസ്റ്റ് നമുക്ക് മൗസിൻ്റെ ഉപയോഗം വളരെയധികം തന്നെ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. മൗസ് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമ്മൾ കീബോർഡിൽ തന്നെ ഐറ്റത്തിൻ്റെ പേര് എടുക്കുക, നമ്മുടെ കീബോർഡിൽ ആരോ കീ യൂസ് ചെയ്യുക, ഐറ്റം ഏതാണ് ഐറ്റം സെലക്ട് ചെയ്യുക, ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐറ്റം നമുക്ക് ലിസ്റ്റിലേക്ക് ആഡ് ആയി കിട്ടും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പിന്നെയുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഈ ഒരു ടേബിളിൽ നമുക്ക് ഐറ്റം സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ തന്നെ നമുക്ക് ബാർകോഡ് റീഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ വെച്ചിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റ് കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് ഐറ്റം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ജസ്റ്റ് പ്രൈസ് നമുക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് വേണമെങ്കിൽ ഡിസ്കൗണ്ട് ആഡ് ചെയ്യാം, ടാക്സ് വേണമെങ്കിൽ ടാക്സ് കൊടുക്കാം. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെലക്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്കിതിപ്പോൾ ജസ്റ്റ് സേവ് ചെയ്ത് കൊടുക്കാം. പ്രിൻറ്റ്, നമുക്കിവിടെ ഒരു സേവ് പ്രിൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് പ്രിൻറ്റ് കൊടുക്കാം. നമുക്ക് ഈ പ്രിന്റ് ഒന്ന് സേവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ A4 ഫുൾ സൈസ്. അതിൽ നമുക്കിവിടെ നമ്മുടെ ഷോപ്പിൻ്റെ ലോഗോ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിവിടെ ഒരു QR കോഡ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും നമുക്ക് അതൊക്കെ എല്ലാ QR കോഡും നമ്മൾ ബേസ് 64 എൻക്രിപ്റ്റഡ് ആണ്. നമുക്ക് ആ ഒരു ഈ ZATCAത്തിൻ്റെ ആപ്ലിക്കേഷൻ വെച്ച് സ്കാൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ പ്രിന്റിലുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ കൊടുത്തിട്ടുള്ള അഡ്രസ്സ്, നമ്മുടെ ഷോപ്പിൻ്റെ പേര്, അതുപോലെ തന്നെ അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ ID, VAT നമ്പർ, പാൻ നമ്പർ, ഇതൊക്കെ നമുക്ക് നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് ഫസ്റ്റ് നമ്മുടെ ജനറൽ ടാബിലേക്ക് വരിക, ഇവിടെ കമ്പനി ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്കിവിടെ ജസ്റ്റ് ഞാനിപ്പോൾ 2 കമ്പനീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കമ്പനിയിലാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഏത് കമ്പനിയാണോ നമ്മൾ ആക്റ്റീവ് ആയിട്ടുള്ളത് നമുക്കിവിടെ മാനേജ് കമ്പനി, ഇവിടെ തന്നെ നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് പേര് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഈ ഒരു കമ്പനി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കാണാനാവും. ഇവിടെ നമുക്ക് വേണ്ട നമ്മുടെ ഏതാണോ ലോഗോ വേണ്ട ആ ലോഗോ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് കമ്പനി നെയിം, അതുപോലെ തന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മുടെ ഇൻവോയ്സ് ബില്ലിലേക്ക് വരിക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ആ റെസ്റ്റോറൻറ്റ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് പ്രിൻ്ററും നമുക്കൊന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കാം. പ്രിൻ്റർ ടെംപ്ലേറ്റ് ഞാൻ പോയി ഒരു ഹാഫ് ടെംപ്ലേറ്റ് ഇടുകയാണ്. ഓക്കെ, നമുക്ക് സെയിൽസിൻ്റെ ലോഗോ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ലോഗോ എനേബിൾ ചെയ്ത് കൊടുക്കണം. ലോഗോ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബില്ലിൽ നമ്മുടെ കമ്പനി ലോഗോ പ്രിൻ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് സെയിൽസ് റെസ്റ്റോറൻറ്റ് എന്ന് നോക്കാം. ഇവിടെ നമുക്ക് നോർമലി നമുക്ക് ടച്ച് ഇൻ്റർഫേസ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റത്തിന് നമുക്ക് ഇമേജസ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഗ്രൂപ്പ്, അതായത് ഗ്രൂപ്പ് വൈസ്, അതുപോലെ തന്നെ ഐറ്റം വൈസ് നമുക്ക് ഇമേജ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു ടീമിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഇമേജ് കൊടുത്തു. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്ന എന്തൊക്കെ ടൈപ്സ് ഇതാണെന്നുള്ളത് നമുക്കിവിടെ ലിസ്റ്റ് ആയി കിട്ടും. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നമുക്ക് ഐറ്റംസ് ഇങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാം. നമുക്ക് കീബോർഡിൽ തന്നെ Ctrl+P പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പ്രിന്റ് ആയി കിട്ടും. നമുക്ക് ഈ ഒരു ഇവിടെ തന്നെ നമുക്ക് കിച്ചൺ ഓർഡർ പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ഒരു സെയിൽസിൻ്റെ A4 ഹാഫ് ആണ്. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് QR കോഡ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു QR കോഡ് നമുക്ക് സ്കാൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ലോഗോ, അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ പ്രിന്റ് ആയി കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് 2 ടെംപ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ A4 ഉണ്ട്, വെർട്ടിക്കലും ഹൊറിസോണ്ടലായിട്ട് നമുക്ക് 2 തരത്തിൽ നമുക്ക് A4 വെച്ച് പ്രിന്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഫുൾ സൈസും A4 പ്രിന്റിൽ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.